സാമോനെ ഡാ മേക്കപ്പ് ഇട്ടപ്പെടുത്തേന് നീ അങ്ങ് സുന്ദരനല്ലോടാ. ജോസഫേട്ട എന്താ ഇവിടെ? എൻ്റെ DG മോൻ എനിക്കിതിലൊരു വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നീ ഇവിടെ വാ. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ല. ഒന്നുമില്ല, മൂന്നാമത്തെ നിലയിലേക്ക് എന്നാൽ മതി, അവിടെ എല്ലാവരും ഉണ്ട്. അല്ലേ എന്നാലും ശരിയാകണ്ട. ഇതുപോലുള്ള വലിയ ഓഫീസിൽ പോയി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നീ ഇവിടെ വാ. ഒന്നുമില്ല ജോസഫേട്ട പൊക്കോ, ഞാൻ പോട്ടെ. ഇങ്ങോട്ട് പാടാ തീർക്കാം, ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. ഇങ്ങോട്ട് ഇങ്ങനെ പാടാ, മറ്റേ ഒരു ചാടാ വന്നിങ്ങോട്ടോ. പക്ഷെ ഇപ്പൊ തന്നെ സമയം 3 സീനാണ് തീരാനുള്ളത്. മനുഷ്യനാണെങ്കിൽ എങ്ങനെ തീരാവും? എടാ സാമേ, നീ ഇതെന്ത് പണിയാണ് കാണിക്കുന്നത്? ഞങ്ങൾ എത്ര നേരം ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? നീ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് എവിടെ നടക്കണായിരുന്നു? എടാ DIG നിന്നെ ഞാൻ ഇവരെ നോക്കാനല്ലേ പറഞ്ഞു വിട്ടത്? എടാ ഞാൻ ഇവനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നത്. അതെ, നിങ്ങളിങ്ങനെ അവനെ സംസാരിച്ച് ടെൻഷൻ അടിപ്പിക്കാതെ. അവന് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കാറ്റ് കൊള്ളാൻ പുറത്തോട്ട് പോയായിരിക്കും. കാറ്റാ? ഇതിന് മാത്രം കാറ്റുള്ളവർ ഞാൻ അറിഞ്ഞില്ല പുറത്ത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഡയലോഗ് പഠിച്ചതല്ലേ? എടാ DIG നീ ഇവനെ ഡയലോഗ് പഠിപ്പിച്ചില്ല? ഞാൻ ഇവർ കംപ്ലീറ്റ് ഡയലോഗ് പറഞ്ഞു കൊടുത്താണ്. പോയി പഠിപ്പിക്കണമെന്ന്. നിന്നെ പഠിപ്പിക്കണം. എന്താ ഏട്ടാ അതുപോലെ എൻ്റെ വേഷം? അയ്യോ, ചെന്നൈയിൽ വേഷം ഉണ്ടായിരുന്നു. എന്നാണല്ലോ DG എന്നോട് പറഞ്ഞ. അയ്യോ ഞാൻ മറന്നുപോയതാ, സോറി. ചേട്ടനൊന്ന് DIG ചോദിക്കും, അവൻ പറഞ്ഞുതരും. ശരി, ഓക്കെ. എന്താണ്? ഡയറക്ടർ സാറിനെ അനുഗ്രഹിക്കണം. അയ്യോ ഒന്ന് പോ ജോസഫേട്ടാ. ഓക്കെ സാർ. അവിനാശേ, എന്റെ ഷോട്ട് റെഡിയാണോ? ഹാ, ഒരു അരമണിക്കൂർ ഇപ്പൊ തന്നെ റെഡിയാവേ. വേഗം പഠിച്ചോളൂ കേട്ടോ. ഞാൻ പഠിക്കുന്നുണ്ട്. ഹാ ഓക്കെ, താങ്ക് യു. അഞ്ചൂടെ അപ്പൊ ടേക്ക് പോയാലോ? ഡയലോഗ് ഓക്കെ അല്ലേ? ശരി, എന്നാ നമുക്ക് പോയാലോ. അപ്പൊ ടേക്ക് പോവാണേ. ഇവിടെ ലുക്ക് കൊടുത്തു, ഇവിടെ നോക്കി പറയണേ. ഇവിടെ നോക്കി പറ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ ചുറ്റുമുള്ളവരോട് കുടുംബക്കാരോടും എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. നിങ്ങൾക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും. കാരണം ബന്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് ബാധ്യതകളായിരുന്നല്ലോ. എടാ ടേക്ക് കൊള്ളാം, പക്ഷെ എടാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടെ വേണം. ഭയങ്കര പ്ലെയിൻ ആയിട്ട് എടുക്കണം ഡയലോഗ് മാത്രമായിട്ട്. എടാ നീ ആ ബാഗ് എടുക്കുന്ന സമയത്തില്ലേ, ആ അഗ്രസീവ്നെസ് ബാഗിലൊന്ന് കാണിച്ചോ, എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുന്നതായിട്ട്. എന്നിട്ട് നടന്നോ? ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യും. ഒന്നുകൂടി പോയാലോ ടേക്ക്? അവിടെ വെച്ചോടാ, ബാഗ് അവിടെ വെച്ചോ. സെയിം പൊസിഷൻ തന്നെ, ലുക്ക് അവിടെ. വാ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. എൻ്റെ പാരൻസിൻ്റെ ഒറ്റമകൾ എന്ന നിലയിൽ എൻ്റെ ചുറ്റുമുള്ളവരോടും കുടുംബക്കാരോടും എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല. നിങ്ങൾക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും. കാരണം ബന്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് ബാധ്യതകൾ മാത്രമായിരുന്നല്ലോ. താങ്ക് യു. ഡയറക്ടർ സാർ കൊള്ളാം, അദ്ദേഹത്തെ പണി അറിയാം. എന്തുവാണ് സാറ്, നീ എന്നല്ലേ ധരിക്കാറുള്ളത്? മീനെന്ന് പറയുമ്പോ സേവ് ദ റൈറ്റ് വീഡിയോ മാത്രം ചെയ്തിട്ടേ ജീവനൊരു കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു എഴുത്തുകാരനുള്ളിൽ ഉണ്ടാവുന്ന സാരമില്ല, എല്ലാം ശരിയാവും. കൺട്രോൾ കൺട്രോൾ DIG കൺട്രോൾ. DIG സാമിനെ വിളിച്ചോ, അടുത്ത ഷോട്ട്.